നമസ്തേ ബച്ചോ, വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ഒരു കവിതയാണ് ആദ്യം പഠിക്കാനുള്ളത്. കവിതയുടെ പേരെന്താണ്? ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര. മസ്ദൂർ എന്താ? തൊഴിലാളി. ഇവിടെ ഡോക്ടറിനായിട്ട് തൊഴിലാളികൾ എഴുതിയ ഒരു പത്രം, ഒരു ലെറ്റർ എന്ന കവിതയാണ് പഠിക്കാനുള്ളത്. ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? ബെർത്തോൾഡ് ബ്രെക്റ്റ്. അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. बर्तोल्ड ब्रेख्त का जन्म जर्मनी के आंक्साबर्ग में 1898 में हुआ था. ബെർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ജനനം ജർമ്മനിയിലെ ആങ്സാബർഗിൽ 1898 ആണ്. अंग्रेजी और चीनी साहित्यों में आप बहुत रुचि रखते थे. അദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് സാഹിത്യത്തിലും ചൈനീസ് സാഹിത്യത്തിലും ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. आपने निबंध, नाटक, कविता आदि अनेक विधाओं में रचनाएं की. അദ്ദേഹം എന്ത് ചെയ്തു? പ്രബന്ധങ്ങളും കവിതകളും നാടകങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള കൃതികൾ എന്ത് ചെയ്തു? രചിച്ചിട്ടുണ്ട്. आप प्रमुख समाज दार्शनिक भी थे. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഒരു സാമൂഹിക തത്വചിന്തകൻ കൂടി ആയിരുന്നു. 1956 अगस्त 14 को आपका देहांत हुआ. 1956 ആഗസ്റ്റ് 14 എന്ത് ചെയ്തു? അദ്ദേഹം അന്തരിച്ചു. ഇവിടെ നമുക്ക് ബെർത്തോൾഡ് ബ്രെക്റ്റ് എഴുതിയ ഒരു കവിത പഠിക്കാം. അപ്പോൾ നമുക്കിനി കവിത എന്താണെന്ന് നോക്കാം. हमें मालूम है अपनी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. हमें मालूम है, ഞങ്ങൾക്ക് അറിയാം. अपनी बीमारी का कारण, ഞങ്ങളുടെ ബീമാരി എന്താ? രോഗം, രോഗത്തിൻ്റെ കാരണം. वह एक छोटा सा शब्द है, അത് ഒരു ചെറിയ ശബ്ദം, ഒരു ചെറിയ വാക്കാണ്. എന്താണ്? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന്. ആ കാരണം എന്താണ്? ഒരു ചെറിയ വാക്കാണ്. ജിസെ സബ് ജാൻതെ ഹെ, ആ വാക്കിനെ എന്ത് ചെയ്യും? സബ് ജാൻതെ ഹെ, എല്ലാവർക്കും അറിയാം. പർ കഹ്താ കോയി നഹി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആരും പറയുന്നില്ല. അപ്പോൾ ഇവിടെ തൊഴിലാളികൾ പറയുന്നു. എന്താ പറയുന്നത്? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന്. ആ കാരണം ഒരു ചെറിയ വാക്കാണ്. അതെന്ത് ചെയ്യാം? സബ് ജാൻതെ ഹെ, എല്ലാവർക്കും എന്ത് ചെയ്യാം? അറിയാം. പർ കഹ്താ കോയി നഹി, എന്ത് ചെയ്യുന്നില്ല? ആരും പറയുന്നില്ല. എല്ലാവർക്കും അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആരും ആ കാരണം എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജബ് बीमार पड़ते हैं तो बताया जाता है सिर्फ तुम ही हमें बचा सकते हो. जब बीमार पड़ते हैं, എപ്പോഴാണോ രോഗം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? രോഗികളാകുന്നത്. ബീമാർ, രോഗി. ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? രോഗികളാകുന്നത്. തോ ബതായ ജാത്താ ഹെ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സിർഫ് തുമീ ഹമേ ബച്ചാ സക്തേ ഹോ, നിങ്ങൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സിർഫ് എന്നെന്താ? മാത്രം. നിങ്ങൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത്. ബച്ചാന, രക്ഷിക്കുക. എന്താ? മസ്ദൂർ, തൊഴിലാളികൾക്ക് രോഗം വരുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും? ഇനി ഒരാൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതാരാണ്? ഡോക്ടർ അല്ലേ? ആ ഡോക്ടറിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നിങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. എന്ത് ചെയ്യുന്നു? ജനതാക്കെ പൈസേ ബനെ, ജനത, ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ, ജനതാക്കെ പൈസേ ബനെ, ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ബഡേ ബഡേ മെഡിക്കൽ കോളേജോമേ, വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കെ,
ഖൂബ് എന്താ? ധാരാളം പൈസ ഖർച്ച് കർക്കെ ചിലവഴിച്ചുകൊണ്ട് 10 സാൽ തക് 10 സാൽ 10 വർഷം 10 വർഷം വരെ എന്ത് ചെയ്യുന്നു? ഡോക്ടറി കി ശിക്ഷ പായി ഹേ തുമ്നെ. എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ എന്ന ഒരു വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുന്നു. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक ഡോക്ടറി की शिक्षा पाई है तुमने. എന്താ പറയുന്നത്? ജനങ്ങളുടെ കാശ് കൊണ്ട് ഉണ്ടാക്കിയ, അതായത് ഈ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്നത് ആരാണ്? സർക്കാരാണല്ലേ. ഈ സർക്കാരിന് എവിടെ നിന്നാണ് ഈ പൈസയെല്ലാം? ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ് എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ കോളേജിലും മറ്റും എന്ത് ചെയ്യുന്നത്? ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സർക്കാരിൻ്റെ ചിലവിൽ എന്ത് ചെയ്യുന്നു? ഡോക്ടറിനെ വിദ്യാഭ്യാസം നൽകുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ പണം കൊണ്ടാണ് അല്ലേ. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജുകളിൽ എന്ത് ചെയ്യുന്നു? ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കെ, ധാരാളം പൈസ ചിലവഴിച്ചുകൊണ്ട്, ഖർച്ച് കർണ ചിലവഴിക്കുക, 10 സാൽ തക് 10 വർഷം വരെ എന്ത് ചെയ്യുന്നു? ഡോക്ടറി കി ശിക്ഷ പായി ഹേ തുമ്നെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ എന്ന ഒരു വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുന്നു. തബ് തോ തും ഹമേം അവശ്യ അച്ഛാ കർ സക്കോഗെ, ക്യാ സച്ച്മുച്ച് തും ഹമേം സ്വസ്ഥ് കർ സക്തേ ഹോ. എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ എന്ന വിദ്യാഭ്യാസം നേടിയെടുക്കുന്നു. തബ് തോ തും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹമേം അവശ്യ അച്ഛാ കർ സക്കോഗെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ പോലുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം? അച്ഛാ കർ സക്കോഗെ, നല്ലവരായിട്ട്, അതായത് നല്ലവണ്ണം എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം. അതിനുള്ള ഒരു കർത്തവ്യം എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്കുണ്ട്. കാരണം എന്താ? ഈ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഡോക്ടർ എന്ന വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത്. അതുകൊണ്ട് ആ ജനങ്ങളെ ശുശ്രൂഷിക്കുക എന്നത് ആരുടെ കടമയാണ്? ഈ പഠിച്ചു വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാരുടെ കടമ കൂടിയാണ്. തബ് തോ തും ഹമേം അവശ്യ അച്ഛാ കർ സക്കോഗെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളെ നല്ലവണ്ണം നോക്കേണ്ടതുണ്ട്. ക്യാ സച്ച്മുച്ച് തും ഹമേം സ്വസ്ഥ കർ സക്തേ ഹോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? തൊഴിലാളികൾ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ക്യാ സച്ച്മുച്ച്, ശരിക്കും, തും ഹമേം സ്വസ്ഥ കർ സക്തേ ഹോ, നിങ്ങൾക്ക് ഞങ്ങളെ എന്ത് ചെയ്യാം? ആരോഗ്യവാന്മാരാക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഞങ്ങളെ നല്ലവണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? നോക്കാൻ കഴിയുമോ എന്ന് ആര് ചോദിക്കുന്നു? തൊഴിലാളികൾ ഡോക്ടറിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ക്യാ സച്ച്മുച്ച് തും ഹമേം സ്വസ്ഥ കർ സക്തേ ഹോ, ശരിക്കും നിങ്ങൾക്ക് ഞങ്ങളെ ആരോഗ്യമുള്ള ഒരാളാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഞങ്ങളെ എന്ത് ചെയ്യുക? നല്ലവണ്ണം ശുശ്രൂഷിക്കാനായിട്ട് കഴിയുമോ എന്ന് തൊഴിലാളികൾ ഡോക്ടറിനോട് എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. അടുത്തതായിട്ട് എന്താ പറയുന്നത്? തുമാരെ പാസ് ആത്തെ ഹേ ജബ് ബതൻ പർ ബച്ചെ ചിഥടെ ഖീഞ്ച് കർ കാൻ ലഗാകർ सुनते हो तुम हमारे नंगे जिस्मों की आवाज़ खोजते हो कारण शरीर के भीतर. എന്ത് ചെയ്യുന്നു? തുമാരെ പാസ് ആത്തെ ഹേ ജബ് ബതൻ പർ ബച്ചെ ചിഥടെ ഖീഞ്ച് കർ. എന്ത് ചെയ്യുന്നു? തുമാരെ പാസ് ആത്തെ ഹേ, നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നു? വരുന്നു. ആര്? ഈ തൊഴിലാളികൾ. ജബ് ബതൻ പർ ബച്ചെ ചിഥടെ ഖീഞ്ച് കർ, ബതൻ എന്താ? ശരീരം. ശരീരത്തിൽ ബാക്കിയുള്ള എന്ത്? ചിഥടെ ഖീഞ്ച് കർ. ചിഥട എന്താ? ഈ കീറിയ എന്ത് ചെയ്യുന്നു? മുഷിഞ്ഞ കീറിയ വസ്ത്രമാണ് ചിഥട. അപ്പോൾ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കാണിക്കുന്നത് എന്താണ്? തൊഴിലാളികളുടെ ശരിക്കുള്ള രോഗം എന്താണ്? ദാരിദ്ര്യം. അവരുടെ രോഗം എന്താണ്? ദാരിദ്ര്യം അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? അവർക്ക് നല്ല വസ്ത്രം പോലും ഇല്ല. എന്ത് ചെയ്യുന്നു? അവർ ഡോക്ടറെ കാണുന്നത് എങ്ങനെയാണ്? അവരുടെ ശരീരത്തിൽ ബാക്കിയുള്ള എന്തുകൂടി? ആ ചിഥട, അതായത് കീറിയ വസ്ത്രങ്ങളൊക്കെ വലിച്ചിഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ ഡോക്ടറിനെ കാണാനായിട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. കാൻ ലഗാകർ സുൻതേ ഹോ തും ഹമാരെ നംഗേ ജിസ്മോं की ആവാസ്. കാൻ ലഗാകർ, എന്ത് ചെയ്യുന്നു? ചെവി കൂർപ്പിച്ചുകൊണ്ട്, സുൻതേ ഹോ തും, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഹമാരെ നംഗേ ജിസ്മോं की ആവാസ്, ഞങ്ങളുടെ നംഗേ മീൻസ് നഗ്നമായ, ജിസ്മ ശരീരം തന്നെയാണ്. നംഗേ ജിസ്മോं की ആവാസ്, ഞങ്ങളുടെ എന്തു, അതായത് ഇവിടെ നംഗേ ജിസ്മ എന്താ? അവരുടെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്.
അവർക്ക് ആരോഗ്യമില്ല. എന്ത് ചെയ്യുന്നു? ആ കീറിപ്പറഞ്ഞ വസ്ത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? ധരിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? അവർ എന്ത് ചെയ്യുന്നു? പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ എന്ത് ചെയ്യുന്നു? ആ ദാരിദ്ര്യം നിറഞ്ഞ ശരീരത്തിൽ നിന്നുള്ള ശബ്ദം എന്ത് ചെയ്യുന്നു? അവർ ചെവി കൂർപ്പിച്ച് കേൾക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഖോജത്തെ ഹോ കാരൺ ശരീർ കെ ഭീതർ. ഖോജന അന്വേഷിക്കുക. എന്ത് ചെയ്യുന്നു? ആ രോഗത്തിന്റെ കാരണം എന്ത് ചെയ്യുന്നു? ശരീർ കെ ഭീതർ, എന്താ ശരീരത്തിന്റെ പുറത്ത് അന്വേഷിക്കുന്നു. पर अगर एक नज़र शरीर के चिथड़ों पर डालो तो वे शायद तुम्हें ज़्यादा बता सकेंगे. दिनो पर अगर ഒരു പക്ഷേ ഏക് നസർ ശരീർ കെ ചിഥടോം പർ ഡാലോ തോ. ഏക് നസർ, ഈ നോക്കുന്നതിനിടയിൽ എന്താ? ഒരു ദൃഷ്ടി. നസർ എന്താ? ദൃഷ്ടി. ശരീർ കെ ചിഥടോം പർ ഡാലോ, എവിടേക്ക് നോക്കാനാണ് പറയുന്നത്? ഞങ്ങളുടെ ശരീരത്തിലെ ഈ ചിത്തട, അതായത് ആ കീറിയ വസ്ത്രത്തിലേക്ക് എന്ത് ചെയ്യുക? ഒരു നിമിഷം ഒന്ന് നോക്കുക. എന്തിനായിട്ടാണ്? വേ ഷായദ് തുമേം ജ്യാദാ ബത്താ സകേങ്കെ. വേ ഷായദ്, ആ കീറിയ വസ്ത്രം ഒരു പക്ഷേ, ഷായദ് എന്താ? ഒരു പക്ഷേ, തുമേ ജ്യാദാ ബത്താ സകേങ്കെ, നിങ്ങളോട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? അവ പറഞ്ഞു തരും. എന്ത് പറഞ്ഞു തരും? ആ കീറിയ വസ്ത്രങ്ങൾ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞു തരും. അവർ ഡോക്ടർമാർ എന്ത് ചെയ്യും? അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെവി കൂർപ്പിച്ച് കേട്ടിട്ട് എന്ത് ചെയ്യും? അവരെ പുറമേ ഒന്ന് നോക്കുമല്ലേ? ആ നോട്ടം എന്തിലേക്ക് നോക്കാനാണ് ഇവിടെ തൊഴിലാളികൾ പറയുന്നത്? ഞങ്ങളുടെ കീറിയ വസ്ത്രത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ആ കീറിയ വസ്ത്രം എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറഞ്ഞു തരും. ക്യോം ക്യോം ഖിസ് പിട്ട് ജാത്തെ ഹേ ഹമാരെ ശരീർ ഓർ കപ്പടെ. ക്യോം, എന്തുകൊണ്ടാണ് ഖിസ് പിട്ട് ജാത്തെ ഹേ, എന്ത് ചെയ്യുന്നത്? ഞങ്ങളുടെ ശരീരം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഖിസ് പിട്ട് ജാന എന്താണ്? അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഈ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? അവരോട് തിരിച്ച് എന്ത് ചെയ്യാണ്? തൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താ ആ ചോദ്യം? ഖിസ് പിട്ട് ജാന എന്താ? തേഞ്ഞു പോകുക. ഇവിടെ എന്താ തൊഴിലാളി ചോദിക്കുന്നത്? ക്യോം ഖിസ് പിട്ട് ജാത്തെ ഹെ ഹമാരെ ശരീർ ഓർ കപ്പടെ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശരീരം ഇങ്ങനെ തേഞ്ഞു പോകുന്നത്? ഞങ്ങളുടെ ശരീരവും വസ്ത്രവും എന്തുകൊണ്ടാണ് ഇങ്ങനെ തേഞ്ഞു പോകുന്നതെന്ന് ആര് ചോദിക്കുന്നു? തൊഴിലാളികൾ ചോദിക്കുന്നു. ആരോടാ? ഡോക്ടറിനോട് ചോദിക്കുന്നു. ക്യോം ഖിസ് പിട്ട് ജാത്തെ ഹെ ഹമാരെ ശരീർ ഓർ കപ്പടെ, ഞങ്ങളുടെ ശരീരവും ഈ വസ്ത്രവും എന്തുകൊണ്ടാണ് ഇങ്ങനെ തേഞ്ഞു പോകുന്നത്, ഇങ്ങനെ കീറിപ്പറഞ്ഞു പോകുന്നത്? ബസ് ഏക് ഹി കാരൺ ഹേ ദോനോ കാ. എന്താ? ഏക് ഹി കാരൺ ഹേ ദോനോ കാ, ഇവ രണ്ടിനും ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താ അത്? എന്തിനുള്ള കാരണമാ? ഇവ രണ്ടും എന്ന് പറയുന്നത് ഏതാ? അവരുടെ ശരീരവും വസ്ത്രവും ഇങ്ങനെ കീറിപ്പറിഞ്ഞ് അല്ലെങ്കിൽ തേഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഏക് ഹി കാരൺ ഹേ ദോനോ കാ, ഇവ രണ്ടിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താ അത്? വഹ ഏക് ഛോട്ടാസ ശബ്ദ ഹേ, അത് ഒരു ചെറിയ വാക്കാണ്. ഛോട്ടാസ, ചെറിയ, ശബ്ദ, വാക്ക്. ജിസേ സബ് ജാനത്തെ ഹേ, ആ ഒരു വാക്കിനെ എന്ത് ചെയ്യും? എല്ലാവർക്കും അറിയാം. ജാന, അറിയുക. പർ കഹ്താ കോയി നഹി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആരും പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ അതിന്റെ കാരണം എന്താണ്? ദാരിദ്ര്യം. അവരുടെ ദാരിദ്ര്യമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത്. തും കഹ്തേ ഹോ കന്ധേ കാ ദർദ് ടീസ്താ ഹേ. തും കഹ്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട്. കന്ധേ കാ ദർദ് ടീസ്താ ഹേ, എന്ത് ചെയ്യുന്നു? കന്ധ എന്താ? തോൾ. ദർദ്, വേദന. ടീസ്ന, വീണ്ടും വരിക. നിങ്ങൾ എന്താ പറയുന്നത്? ആ തോളിലെ വേദന എന്ത് ചെയ്യുന്നു? വീണ്ടും വരുന്നു. നമി ഓർ സീലൻ കി വജസേ, എന്തുകൊണ്ടാ തിരിച്ചു വരുന്നത് ആ തോളിലെ വേദന? നമി ഓർ സീലൻ കി വജസേ. നമി എന്താ? നനവ്. സീലൻ, ഈർപ്പം. നിങ്ങളുടെ ശരീരത്തിലെ നനവും ഈർപ്പവും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ തോളിലെ കന്ധേക്കാ ദർദ്, തോളിലെ വേദന എന്ത് ചെയ്യുന്നത്? വീണ്ടും വരുന്നത്. ഡോക്ടർ തുമി ബതാവോ യ സീലൻ കഹാസെ ആയി. അപ്പോൾ എന്താ തിരിച്ച് തൊഴിലാളികൾ ചോദിക്കുന്നത്? തുമി ബതാവോ, നിങ്ങൾ തന്നെ പറയൂ. എന്താ? യഹ് സീലൻ കഹാസെ ആയി,
ഈ ഒരു ഈർപ്പം എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അവരെന്ത് ചെയ്യുന്നു? ഡോക്ടറിനെ കാണാനായിട്ട് പോകുമ്പോൾ ഡോക്ടർ എന്താ അവരുടെ അതായത് തോളിൻ്റെ വേദനയ്ക്ക് കാരണമെന്ന് പറയുന്നത്? ആ തൊഴിലാളികളുടെ ശരീരത്തിലെ നനവും ഈർപ്പവുമാണ് കാരണമെന്ന് പറയുന്നു. അപ്പോൾ തൊഴിലാളി എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങളുടെ ഈ ശരീരത്തിലെ ഈർപ്പത്തിൻ്റെ കാരണം? എന്താ? അവരുടെ അധ്വാനം, അല്ലെങ്കിൽ എന്താ അവരുടെ ദാരിദ്ര്യം. അപ്പോൾ ഇവിടെ തൊഴിലാളികൾ എന്താ ചോദിച്ചത്? തുമീം ബതാവോ യഹ് സീലൻ കഹാസെ ആയി? നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഈ എന്താ സീലൻ, ഈ ഒരു നനവ്, ഈ ഒരു ഈർപ്പം എവിടെ നിന്നാണ് വരുന്നതെന്ന്. बहुत ज्यादा काम और बहुत कम भोजन से दुबला कर दिया है हमें नुस्खे दुबला कर दिया है हमें. എന്ത് ചെയ്യുന്നു? बहुत ज्यादा काम, എന്ത് ചെയ്യുന്നു? ധാരാളം ജോലി, ജ്യാദ കൂടുതൽ, ഒരുപാട്, വളരെ കൂടുതൽ എന്ത് ചെയ്യുന്നു? കാം, ജോലി ചെയ്യുന്നു. ഓർ ബഹുത്ത് കം ഭോജൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? കം, കുറവ്, വളരെ കുറഞ്ഞ എന്തും കിട്ടുന്നു? ഭോജൻ, ഭക്ഷണം. ഒരുപാട് ജോലി ചെയ്തിട്ടും അവർക്ക് എന്താണ് കിട്ടുന്നത്? വളരെ കുറച്ച് ഭക്ഷണമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്തായി? ദുബലാ കർ ദിയാ ഹെ ഹമേ, വളരെ കുറഞ്ഞ ഭക്ഷണം കാരണം അവരെന്ത് ചെയ്യുന്നു? ദുബല, അതായത് മെലിഞ്ഞതും, അതായത് ക്ഷീണിതരാക്കി മാറ്റുന്നു അവരെ, അല്ലേ? അപ്പോൾ അവരുടെ ഈ ഒരു ദുഃഖത്തിന്, അതായത് അവരുടെ രോഗത്തിന്റെ കാരണം എന്താണ്? ഈ ഒരു ദാരിദ്ര്യം തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യുന്നില്ല? ഒരുപാട് ജോലി ചെയ്തിട്ടും ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ എന്താകുന്നു? വളരെ മെലിഞ്ഞതും ക്ഷീണിതരും ആകുന്നു. നുസ്ഖെ പർ ലിഖ്തേ ഹോ, നുസ്ഖ എന്താ? ആ ഒരു ഡോക്ടർ തരുന്ന ആ പ്രിസ്ക്രിപ്ഷൻ, ആ ഒരു മരുന്നിന്റെ കുറിപ്പാണ് നുസ്ഖെ. നുസ്ഖെ പർ ലിഖ്തേ ഹെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ, അതായത് ആ ഒരു ഡോക്ടർ തരുന്ന ആ ഒരു മരുന്നിന്റെ കുറിപ്പിൽ എഴുതുന്നു. എന്താ? और वजन बढ़ाओ, यह तो वैसा ही है दलदली घास से कहो कि वह खुश्क रहे. എന്താ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷനിൽ, അതായത് മരുന്ന് കുറിപ്പിൽ എഴുതുന്നത്? വസൻ ബഡാവോ, വസൻ തൂക്കം, വസൻ ബഡാവോ തൂക്കം വർദ്ധിപ്പിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ടർ എഴുതുന്നത്. യേ തോ വൈസാ ഹി ഹേ ദൽദലി ഘാസ് സേ കഹോ കി വഹ് ഖുഷ്ക് രഹേ. അപ്പോൾ ഇതിനെ എന്തിനോടാണ് ഇവിടെ പറയുന്നത് തൊഴിലാളികൾ? യേ തോ വൈസാ ഹി ഹേ ദൽദലി ഘാസ്, ദൽദൽ ചതുപ്പ് നിലം, ചതുപ്പ് നിലത്തിലെ ഘാസ്, ഘാസ് പുല്ല്, ചതുപ്പ് നിലത്തിലെ പുല്ലിനോട് ഖുഷ്ക് രഹ്ന, ഖുഷ്ക് രഹ്ന ഉണങ്ങുക, ചതുപ്പ് നിലത്തിൽ നിൽക്കുന്ന പുല്ലിനോട് ഉണങ്ങാനായിട്ട് പറയുന്നത് പോലെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡോക്ടർ ഇവരോട് അതായത് തൂക്കം വർദ്ധിപ്പിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഈ ചതുപ്പ് നിലങ്ങൾ എപ്പോഴും എന്താണ്? വളരെ തണുപ്പ് നിറഞ്ഞ, അതായത് ജലാംശം ഉള്ള സ്ഥലമാണല്ലേ. അപ്പോൾ അവിടെ നിൽക്കുന്ന പുല്ല് എന്ത് ചെയ്യില്ല? ഒരിക്കലും ഉണങ്ങില്ല. അതുപോലെ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല? ഫുഡില്ല, ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അവരോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ശരീരം, അതായത് തൂക്കം വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നത്? അതൊരിക്കലും എന്ത് ചെയ്യില്ല? നടക്കാത്ത ഒരു കാര്യമാണ്. അത് എന്തിനോട് ഉപമിക്കുന്നു? ചതുപ്പ് നിലത്തിലെ പുല്ലിനോട് ഉണങ്ങാനായിട്ട് പറയുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്. കാര്യം എന്താ? ഒരിക്കലും എന്ത് ചെയ്യില്ല? അവർക്ക് അവരുടെ ശരീര തൂക്കം എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാനായിട്ട് കഴിയില്ല. അതിനുള്ള പണമോ ഭക്ഷണമോ എന്ത് ചെയ്യുന്നില്ല? അവർക്ക് ലഭിക്കുന്നില്ല. ഡോക്ടർ തുമാരെ പാസ് കിത്നാ വക്ത് ഹേ ഹം ജയ്സോം കെ ലിയെ. ഇവിടെ അടുത്ത ചോദ്യം ഉന്നയിക്കുക. എന്താ? തുമാരെ പാസ്, നിങ്ങളുടെ അടുത്ത്, കിത്നാ വക്ത് ഹേ, എത്ര സമയമുണ്ട്? വക്ത്, സമയം. ഹം ജയ്സോം കെ ലിയെ, ഞങ്ങളെ പോലുള്ള ആൾക്കാരോട് ചിലവഴിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര സമയം ഉണ്ട്? ക്യാ ഹമേ മാലൂം നഹീ തുമാരെ ഘർ കെ ഏക് കാലീൻ की कीमत 5000 മരീസോं से मिली फीस के बराबर है. ക്യാ ഹമേ മാലൂം നഹീം, ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ? എന്താണ്? തുമാരെ ഘർ കെ ഏക് കാലീൻ की कीमत, നിങ്ങളുടെ വീട്ടിലെ കാലീൻ എന്താ? കാർപ്പറ്റ്. ഒരു കാർപ്പറ്റിന്റെ കീമത്ത് എന്താ? വില. ആ ഒരു കാർപ്പറ്റിന്റെ വില 5000 മരീസോं से मिली ഫീസ് സെ ബരാബർ ഹെ. 5000, 5000 മരീസ്, രോഗികളിൽ നിന്ന് ലഭിച്ച ഫീസിന്റെ ബരാബർ, തുല്യമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ? എന്ത്? ഡോക്ടറിന്റെ വീട്ടിലെ കാർപ്പറ്റിന്റെ വില പോലും എത്രയാണ്? ഞങ്ങളെപ്പോലുള്ള 5000 രോഗികളെ ചികിത്സിച്ചതിൽ നിന്ന് കിട്ടിയ ഫീസിന് തുല്യമാണ് എന്ത്? ഡോക്ടറിന്റെ വീട്ടിലുള്ള ആ ഒരു കാർപ്പറ്റിന്റെ പോലും വില. ബേശക് തും കഹോഗെ
ഇസ്മേ തുമാരാ കോയി ദോഷ് നഹി. ബേശക് എന്താണ്, ഒരു സംശയവും കൂടാതെ എന്ത് ചെയ്യുന്നു, തും കഹോഗെ നിങ്ങൾ പറയുന്നുണ്ട്. എന്താ? ഇസ്മേ തുമാരാ കോയി ദോഷ് നഹി, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒരു തെറ്റുമില്ല, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തെറ്റുകൊണ്ടല്ല ഇത്തരത്തിൽ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യും, സംശയമില്ലാതെ പറയുന്നു. ഹമാരെ കർ കി ദീവാർ പർ ഛായി സീലൻ ഭി യഹി കഹാനി ദൊഹരാത്തി ഹെ. ഹമാരെ ഘർ കി ഞങ്ങളുടെ വീട്ടിലെ ദീവാർ ഭിത്തികളിൽ എന്താണ്, ദീവാർ പർ ഛായി സീലൻ ഭി, ഭിത്തികളിൽ ഛായി എന്താ, ഞങ്ങളുടെ വീട്ടിലെ ഭിത്തികളിൽ വ്യാപിച്ച സീലൻ എന്താ, ഈർപ്പം പോലും ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നു, യഹി കഹാനി ദൊഹരാത്തി ഹേ, ദൊഹരാന ഉരുവിടുക, ഇതേ കഥ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ വീട്ടിലെ ആ ഒരു നനവ് പിടിച്ച ഈർപ്പം പിടിച്ച ഭിത്തികളും ഞങ്ങളോട് പറയുന്നത്. ഹമേ മാലൂം ഹേ, ഞങ്ങൾക്കറിയാം. അപ്പനി ബീമാരി കാ കാരൻ വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ, ഞങ്ങളുടെ ആ ഒരു രോഗത്തിൻ്റെ കാരണം എന്താണ്, ആ ഒരു ചെറിയ വാക്കാണ്. ജിസെ സബ് ജാൻതേ ഹേ, അത് എല്ലാവർക്കും അറിയാം. പർ കഹ്താ കോയി നഹി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആരും പറയുന്നില്ല. ആ രോഗം എന്താണ്, വഹ് ഹേ ഗരീബി, അതാണ് പട്ടിണി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, തൊഴിലാളികൾ നേരിടുന്ന ആ ഏറ്റവും വലിയ രോഗത്തിൻ്റെ പേരെന്താണ്, ഗരീബി, പട്ടിണിയാണ് തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ രോഗമെന്ന് ഇവിടെ പറയുന്നു. ഈ കവിതയിൽ എന്താ പറയുന്നത്, തൊഴിലാളികളുടെ ആ ഒരു അവസ്ഥ, അവരുടെ ജീവിതം, അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ തൊഴിലാളികളുടെ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇവിടെ ഡോക്ടറിന് വേണ്ടി തൊഴിലാളികൾ എഴുതിയ കത്ത് എന്ന രൂപത്തിൽ കവിത പഠിച്ചു. ഇവിടെ എന്ത് പറയുന്നു, തൊഴിലാളികളുടെ ജീവിത അവസ്ഥ, അവരുടെ രോഗം, അവർ എന്താ പറയുന്നത്, അവർക്കുള്ള ഒരേ ഒരു രോഗം എന്താണ്, ദാരിദ്ര്യമാണ്. അതെന്ത് ചെയ്യാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആരും പുറമേ അത് തുറന്നു കാട്ടുന്നില്ല, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കവിത എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ധന്യവാദം.